നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് ശരിക്കും ആവേശത്തിലാണ്. ഇന്ന് ഞാൻ ശരിക്കും സന്തുഷ്ടനാണ്. കാരണം ഞാൻ ഇന്ന് ഫുള്ളി ഓട്ടോമാറ്റിക്കിലാണ്. മിഡ്നൈറ്റ് വാട്ടർ പ്ലാന്റ് ഇത് ഞങ്ങളുടെ ഏറ്റവും സന്തുഷ്ടമായ ഉപഭോക്താക്കളിൽ ഒരാളാണ്. അതിനാൽ ഇത് വിയൻസക്വ ബ്രാൻഡ് നാമം ലൈഫൻ. അതിനാൽ ഇവിടെ അവർ പൂർണ്ണമായും ഓട്ടോമാറ്റിക് 150 bpm പ്ലാന്റ് സ്ഥാപിച്ചു. അതിനാൽ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കുന്നു, കുപ്പി എങ്ങനെ നിർമ്മിക്കുന്നു, കുപ്പി എങ്ങനെ പായ്ക്ക് ചെയ്യുന്നു, കുപ്പി എങ്ങനെ ലേബൽ ചെയ്യുന്നു, കാർട്ടൂണിൽ എങ്ങനെ നിർമ്മിക്കുന്നു, എങ്ങനെ അയയ്ക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് തത്സമയം കാണിച്ചുതരാം. അതിനാൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് 150 bpm പ്ലാന്റ് സാങ്കേതികവിദ്യ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൊട്ടിത്തെറിക്കും. അതിനാൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് PM പ്ലാന്റിന് ശ്രദ്ധാപൂർവ്വം ആസൂത്രണവും രൂപകൽപ്പനയും നിർവഹണവും ആവശ്യമാണ്. അതിനാൽ ഈ മുഴുവൻ പ്ലാന്റും ഞങ്ങളുടെ എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്യുകയും ഞങ്ങളുടെ വിദഗ്ധ സാങ്കേതിക വിദഗ്ധർ നടപ്പിലാക്കുകയും ചെയ്തു. അതിനാൽ ഇത് ചെടിയുടെ പ്രവേശന കവാടമാണ്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് മുഴുവൻ നിർമ്മാണവും പ്ലാന്റിന്റെ ഇന്റീരിയർ ഘടനയും പ്ലാന്റിന്റെ മെഷീനറികളും കാണിച്ചുതരാം. ഇതാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ്. അതിനാൽ സുരക്ഷ ഇവിടെ ഇരിക്കുന്നു. അത് എന്തിനും അകത്തേക്കും പുറത്തേക്കും പ്രവേശനം നൽകും. അതിനാൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തുറന്ന ഇടം കാണാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് ആ ഷേഡ് കാണാൻ കഴിയും. ആ ഷേഡിന്റെ വിസ്തീർണ്ണം 10,000 ചതുരശ്ര അടിയാണ്. ആ 10,000 ചതുരശ്ര അടി വിസ്തീർണ്ണത്തിന് പുറമെ അവർക്ക് 5 മുതൽ 7,000 ചതുരശ്ര അടി വരെ തുറന്ന പ്രദേശമുണ്ട്. അതിനാൽ ഈ തുറന്ന പ്രദേശം അവർക്ക് പാർക്കിങ്ങിനായി ഉപയോഗിക്കാം. അതിനാൽ ഇതുപോലുള്ള ട്രക്കുകളിൽ കുപ്പികൾ അയയ്ക്കും. ട്രക്ക് കാണാം. അവ എളുപ്പത്തിൽ പ്ലാന്റിലേക്ക് വരാൻ കഴിയും. അത് ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകാം. വളരെ നന്നായി രൂപകൽപ്പന ചെയ്ത ചെടി, വളരെ വിശാലമായ ചെടി. ഓരോ പ്ലാന്റും കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാക്കാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ചെടിയാണ്. അതിനാൽ സീനിയർ മാനേജ്മെന്റ് സ്റ്റാഫിന്റെ താമസത്തിനായി അവർക്ക് ഈ മേഖലയുണ്ട്. അതിനാൽ ഇത് സീനിയർ മാനേജ്മെന്റിനുള്ള താമസ സ്ഥലമാണ്. ഇത് ഇരിക്കുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്ക് അടുക്കളയും കിടപ്പുമുറിയും ഉണ്ട്. അതിനാൽ സീനിയർ മാനേജ്മെന്റ് ഇവിടെ താമസിക്കുന്നു. അവർ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു. അവർക്ക് തുറന്ന ഡൈനിംഗ് ഏരിയയും ഉണ്ട്. അതിനാൽ ഇത് ഓപ്പൺ ഡൈനിംഗ് ഏരിയയാണ്. അതിനാൽ സീനിയർ മാനേജ്മെന്റിനും ഫാക്ടറി തൊഴിലാളികൾക്കും ഇവിടെ ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കാം. അവർക്ക് ഇവിടെ താമസിക്കാം. നിങ്ങൾ ഓട്ടോമാറ്റിക് പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സ്പെയർ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികൾക്കും മാനേജ്മെന്റ് സ്റ്റാഫിനും കുറച്ച് താമസ സൗകര്യം നിർമ്മിക്കാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളുടെ ഫാക്ടറിക്ക് പൂർണ്ണ സമയം നൽകാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു ഉൽപ്പാദനം നിർമ്മിക്കാനും അവർക്ക് കഴിയും. അതിനാൽ അവർക്ക് നിങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അതിനാൽ ഇത് ചെടിയുടെ പ്രവേശന കവാടമാണ്. ജനറേറ്ററും ഇവിടെ കാണാം. അതിനാൽ പവർ ബാക്കപ്പിന് ഇത് ആവശ്യമാണ്. ചിലപ്പോൾ വൈദ്യുതി പോകും. ഓട്ടോമാറ്റിക് പ്ലാന്റുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ചില പ്രിഫോർംസ് ചൂടാക്കുന്നു, ചിലത് വീശുന്നു, ചിലത് പൂരിപ്പിക്കുന്നു. അതിനാൽ വൈദ്യുതി പോയാൽ ആ പ്രിഫോർം പാഴായേക്കാം. അതിനാൽ നിങ്ങൾക്ക് ഈ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് നിർത്തില്ല. കൂടാതെ എല്ലാ പ്രോസസ്സ് പ്രീഫോമും കടന്നുപോകും. അതിനാൽ ഇത് നിങ്ങൾ പരിഗണിക്കുന്ന പ്രധാന കാര്യമാണ്. നിങ്ങൾക്ക് പവർ ബാക്കപ്പ് സജ്ജമാക്കാൻ കഴിയുമെങ്കിൽ ഇത് ചെലവ് ലാഭിക്കുന്നതിനും നിർത്താതെയുള്ള ഉൽപ്പാദനം നൽകുന്നതിനും നല്ലതാണ്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാം. അതിനാൽ ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് വിൻഡ് പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് ഒരു സമ്പൂർണ്ണ ലൈനാണ്. ഇപ്പോൾ ഞാൻ ഓരോ യന്ത്രവും ഓരോന്നായി വിശദമായി വിശദീകരിക്കും. അതിനാൽ അസംസ്കൃത ജലസ്രോതസ്സിൽ നിന്ന് ആരംഭിക്കാം. അസംസ്കൃത ജലസ്രോതസ്സ് അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നോക്കും. അതിനാൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ സാധാരണയായി 3 തരം അസംസ്കൃത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാം. ഒന്ന് കുഴൽക്കിണർ വെള്ളം, നദീജലം അല്ലെങ്കിൽ ടാങ്കർ വെള്ളം. അതിനാൽ ഈ പ്ലാന്റിൽ അവർ കുഴൽക്കിണർ വെള്ളം ഉപയോഗിക്കും. അതിനാൽ കുഴൽക്കിണർ ആ ഭാഗത്ത് നിന്ന് വളരെ പിന്നിലാണ്. അവിടെ 1,00,000 ലിറ്റർ സംഭരണ ടാങ്കുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനാൽ അവർ 10,000 ലിറ്റർ വീതമുള്ള 2 റാവ് വാട്ടർ സംഭരണ ടാങ്കുകൾ സ്ഥാപിച്ചു. അതിനാൽ ഈ ടാങ്ക് PVC ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ISI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം സംസ്കരിക്കുന്നതിനാൽ ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നതാണ് പ്രധാന കാര്യം. അതിനാൽ സമ്പർക്കത്തിൽ വരുന്നതെന്തും ഫുഡ് ഗ്രേഡായിരിക്കണം. അതിനാൽ ഈ കാര്യം ഓർമ്മിക്കുക. അതിനാൽ ഈ വെള്ളം RO പ്ലാന്റിലേക്ക് പോകും. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ RO പ്ലാന്റ് റിവർ ഓസ്മോസിസ് പ്ലാന്റ് കാണും. നിങ്ങൾക്ക് ഇവിടെ RO പ്ലാന്റും കാണാൻ കഴിയും. അതിനാൽ പ്രദേശം മുഴുവൻ RO പ്ലാന്റിനുള്ളതാണ്. RO പ്ലാന്റിനായി ഒരു പ്രത്യേക മുറിയുണ്ട്. അകത്ത് പറയാം. അതിനാൽ ഇത് മണിക്കൂറിൽ 12,000 ലിറ്റർ RO പ്ലാന്റ് ആണ്. അതായത് മണിക്കൂറിൽ 12,000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയും. അതിനാൽ ഇത് വളരെ വലുതും വലിയ ശേഷിയുള്ളതുമായ പ്ലാന്റ് ആണ്. അതിനാൽ ഞങ്ങൾ അവിടെ റോട്ടർ സംഭരണ ടാങ്ക് കണ്ടു. അവിടെ നിന്ന് ഈ പമ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യും. ഇതൊരു റോട്ടർ പമ്പാണ്. അതിനാൽ പമ്പിൽ നിന്ന് അത് ആദ്യത്തെ ടാങ്കിലേക്ക് പോകും. ഇത് സാൻഡ് ഫിൽട്ടർ, അല്ലെങ്കിൽ ഇതിനെ ഒരു മൾട്ടിമീഡിയ ഫിൽട്ടർ എന്ന് വിളിക്കാം. അതിനാൽ ഈ ടാങ്കിൽ മൾട്ടിമീഡിയ ഫിൽട്ടറുകളുടെ 5 പാളികൾ ഉണ്ടാകും. അതിനാൽ ഇത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്പെൻഡ് ചെയ്ത അശുദ്ധികൾ ഫിൽട്ടർ ചെയ്യും. അതിനാൽ ഇതിന് 50 മൈക്രോൺ വലുപ്പമുള്ള മാലിന്യങ്ങൾ വരെ ഫിൽട്ടർ ചെയ്യാൻ കഴിയും. ഇവിടെ 2 സിസ്റ്റത്തിലും ഒന്നിലധികം വെള്ളം ഉണ്ട്. ഇവിടെ നിന്ന് വെള്ളം രണ്ടാമത്തെ സംവിധാനത്തിലേക്ക് പോകും. ഇതിനെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ എന്ന് പറയുന്നു.
ഈ സിസ്റ്റത്തിൽ സജീവമാക്കിയ കാർബണുകൾ ഉണ്ട്. സജീവമായ കാർബണുകൾ ജൈവമാലിന്യങ്ങൾക്കായുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നു, ഉദാഹരണത്തിന് മോശം നിറം, ദുർഗന്ധം, മോശം രുചി. അതിനാൽ ഇത് ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ഇവിടെ നിന്ന് മൈക്രോൺ കാർട്രിഡ്ജ് ഫിൽട്ടറിലൂടെ വെള്ളം കടന്നുപോകുന്നു. ഈ സിസ്റ്റത്തിൽ 5 മൈക്രോൺ വലിപ്പമുള്ള കാർട്രിഡ്ജ് ഫിൽട്ടർ ഉപയോഗിക്കുന്നു. അതിനാൽ ഇത് 5 മൈക്രോൺ വരെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. സാധാരണയായി ആളുകൾ ചെറിയ വലിപ്പമുള്ള 5 മൈക്രോൺ കാർട്രിഡ്ജ് ഫിൽട്ടർ നൽകുന്നു. ഞങ്ങൾ ഒരു ജംബോ വലിപ്പം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ജംബോ വലിപ്പത്തിലുള്ള ഫിൽട്ടർ കാണാൻ കഴിയും. അതിനാൽ ചെറിയ മൈക്രോൺ കാർട്രിഡ്ജ് ഫിൽട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെള്ളം നന്നായി ശുദ്ധീകരിക്കാൻ ഇതിന് കഴിയും. ഇവിടെ നിന്ന് ഒരു ലോസിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിനെ ആൻറ്റിസ്കലന്റ് ലോസിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. അതിനാൽ ഇത് ആൻറ്റിസ്കലന്റ് ദ്രാവകത്തെ മെംബ്രനിലേക്ക് ലോസ് ചെയ്യും. അതിനാൽ അത് എന്തു ചെയ്യും? സാധാരണയായി വെള്ളത്തിന് കാഠിന്യവും കിടിലസും ഉണ്ട്. അതിനാൽ അത് വിലയേറിയ മെംബ്രനിൽ പാളി രൂപപ്പെടും. മെംബ്രേൻ വളരെ ചെലവേറിയതാണ്. അതിനാൽ ഞങ്ങൾ മെംബ്രൻ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ ആൻറ്റിസ്കലന്റ് ദ്രാവകത്തിന്റെ ഡോസിംഗ് കാരണം ആ പാളി രൂപപ്പെടില്ല. അതിനാൽ ഇത് മെംബ്രനിലെ ഈ പാളിയെ തടയുകയും മെംബ്രന്റെ ആയുസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഇവിടെ നിന്ന് ഒരു ഉയർന്ന സമ്മർദ്ദ പമ്പ് ഉണ്ടാകും, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ ഇത് ഒരു ഹൈ പ്രഷർ പമ്പാണ്. അതിനാൽ ഇത് വെള്ളത്തിൽ 15 കിലോഗ്രാം പ്രതി സെന്റിമീറ്റർ ചതുരം വരെ ഉയർന്ന മർദ്ദം സൃഷ്ടിക്കും. അതിനാൽ ഇത്രയും ഉയർന്ന മർദ്ദത്തിൽ ഇത് മെംബ്രനിലൂടെ കടന്നുപോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെ മെംബ്രെയിൻ ഹൗസിംഗ് എന്ന് വിളിക്കുന്നു. അതിനുള്ളിൽ മെംബ്രൻ ഉണ്ട്. അതിനാൽ ഇത് മെംബ്രനിലൂടെ ഉയർന്ന മർദ്ദത്തിൽ വെള്ളം കടന്നുപോകും. അതിനാൽ അലിഞ്ഞുചേർന്ന എല്ലാ മാലിന്യങ്ങളും ഇവിടെ നിന്ന് നീക്കം ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിനാൽ ഈ മെംബ്രൻ 0.0001 മൈക്രോൺ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ഇതിനർത്ഥം മിക്കവാറും എല്ലാ മാലിന്യങ്ങളും ഈ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു എന്നാണ്. ഈ സിസ്റ്റത്തിൽ മെംബ്രേൻ വളരെ നിർണായകമാണ്. ധർമാനന്ദ് കമ്പനി അമേരിക്കൻ, ജർമ്മൻ കമ്പനീസിന്റെ ഹൈടെക്നോളജി മെംബ്രൻ ഉപയോഗിക്കുന്നു. അതിനാൽ ഇതിന് വെള്ളം നന്നായി ശുദ്ധീകരിക്കാൻ കഴിയും. ഇത് നല്ല രുചി നൽകും. ഒപ്പം ഇത് മുഴുവൻ ഫ്യൂയസ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റമും മെംബ്രെയിനും ജീവിതം മെച്ചപ്പെടുത്തും. അതിനാൽ വെള്ളം മെംബ്രനിലൂടെ കടന്നുപോയാൽ അത് ഈ ഡോസിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നു. അതിനാൽ ഇത് മിനറൽ ഡോസിംഗ് സിസ്റ്റം ആണ്. നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നിവ ചേർക്കാം. അതിനാൽ മുഴുവൻ സിസ്റ്റത്തിൽ ധാതുക്കൾ നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ധാതുക്കൾ ചേർത്ത സാങ്കേതികവിദ്യ ചേർത്തുകൊണ്ട് നമുക്ക് ഇത് നിറയ്ക്കാൻ കഴിയും. ഈ സിസ്റ്റത്തിൽ ഞങ്ങൾ ഉയർന്ന സാങ്കേതികവിദ്യ, ഉയർന്ന നിലവാരമുള്ള ധാതുക്കൾ നൽകുന്നു. അതിനാൽ ഇത് വെള്ളത്തിലെ ധാതുക്കൾ നിറയ്ക്കുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിലെ ധാതുക്കളുടെ അളവ് വർദ്ധിക്കുന്നത്. അതിനാൽ വെള്ളത്തിന്റെ ഗുണനിലവാരം, രുചി, സുഗന്ധം എന്നിവ വർദ്ധിക്കുന്നു. അതിനാൽ അതിൽ നിന്ന് വെള്ളം സ്റ്റെയിൻലെസ് സ്റ്റീൽ സംഭരണ ടാങ്കിലേക്ക് വരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച അന്തിമ ജലസംഭരണ ടാങ്കാണിത്. അതിനാൽ ഇവിടെ നിന്ന് വെള്ളം വീണ്ടും പോസ്റ്റ് മൈക്രോൺ സംവിധാനത്തിലൂടെ കടന്നുപോകുന്നു. ചിലപ്പോൾ ടാങ്കിൽ ചില കണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പോസ്റ്റ് മൈക്രോൺ സിസ്റ്റം വഴി അത് നീക്കം ചെയ്യാൻ കഴിയും. അതിനാൽ ഇത് അവസാന കണികകളെ നീക്കം ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇത് അൾട്രാവയലറ്റ് സിസ്റ്റത്തിലേക്ക് വീണ്ടും പോകുന്നു. ഇത് UV ലൈറ്റ് ആണ്. അതിനാൽ അകത്ത് 4 UV ലൈറ്റുകളുണ്ട്. UV ലൈറ്റുകളിലൂടെ വെള്ളം കടന്നുപോകുന്നു. അതിനാൽ UV രശ്മികൾ വെള്ളത്തിനുള്ളിലേക്ക് പോകുന്നു. അത് എല്ലാ ബാക്ടീരിയകളെയും കൊല്ലും. അതിനാൽ ഇത്തരത്തിലുള്ള അണുനാശിനി ഇവിടെ സംഭവിക്കും. ഇവിടെ നിന്ന് വെള്ളം അവസാന ജലസംഭരണ ടാങ്കിലേക്ക് പോകുന്നു. ഇവിടെ ഓസോണേഷൻ ഉപയോഗിച്ച് അന്തിമ ചികിത്സ നടത്തും. ഇത് ഓസോണേഷൻ മെഷീൻ ആണ്. ഇത് ഓക്സിജൻ ബൂസ്റ്റർ, ഓക്സിജൻ മേക്കർ ടെക്നോളജി. ഇതെന്ത് ചെയ്യും? ഈ ഓക്സിജൻ മേക്കർ സാങ്കേതികവിദ്യ ഓക്സിജൻ, ശുദ്ധമായ ഓക്സിജൻ ഉത്പാദിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഓസോണേഷൻ മെഷീൻ. ഇപ്പോൾ ഓസോണേഷൻ ഓക്സിജനെ ഓസോണാക്കി മാറ്റുന്നു. ആ ഓസോൺ വാതകം സംഭരണ ടാങ്കിലേക്ക് പോകും. അത് ഇവിടെ വരും. അതിനാൽ സംഭരണ ടാങ്കിൽ ഓസോൺ വാതകം ലയിക്കുകയും അത് അന്തിമ അണുനാശനം നടത്തുകയും ചെയ്യും. ഇത് എല്ലാത്തരം ബാക്ടീരിയ മാലിന്യങ്ങളും നീക്കം ചെയ്യും. ഇനി എന്ത് സംഭവിക്കും? ഓസോൺ വാതകം വളരെ അസ്ഥിരമായ വാതകമാണ്. അതിനാൽ ഇത് ഉടൻ തന്നെ ഓക്സിജനായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതിനാൽ ചിലപ്പോൾ മുകളിൽ വെള്ളം ഓസോണേറ്റ് ചെയ്യപ്പെടാം, അടിയിൽ അത് ശരിയായി ഓസോണേറ്റ് ചെയ്യപ്പെടാതിരിക്കും. അതിനാൽ ധർമാനന്ദൻ കമ്പനി ഇതിന് പരിഹാരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഓസോൺ രക്തചംക്രമണ സംവിധാനം നൽകി. അതിനാൽ ഈ ഓസോൺ സർക്കുലേഷൻ സംവിധാനം ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കുകയും വീണ്ടും മുകളിൽ നിന്ന് ഒഴുകുകയും ചെയ്യുന്നു. അതിനാൽ ഇത് ടാങ്കിനുള്ളിൽ ഒരുതരം രക്തചംക്രമണം നടത്തും. അതിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓസോൺ മുഴുവൻ ജലത്തുള്ളികളുമായി സമ്പർക്കത്തിലെത്തുന്നു. അതിനാൽ വെള്ളത്തിന്റെ ഓരോ തുള്ളിയും ഓസോണേറ്റ് ചെയ്യപ്പെടുന്നു.
അതിനാൽ നിങ്ങൾക്ക് ബാച്ച് അല്ലെങ്കിൽ ബോട്ടിൽ ഗുണനിലവാരത്തിൽ വ്യതിയാനം ലഭിക്കില്ല. നിങ്ങൾ വിപണിയിൽ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കാൻ പോകുകയാണെങ്കിൽ അത് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഓരോ കുപ്പിയും ഓരോ ബാച്ചും പൂർണ്ണമായും ഏകീകൃതവും ഉയർന്ന നിലവാരമുള്ള വെള്ളമാണ്. അതിനാൽ ഈ സിസ്റ്റം അത് ചെയ്യും. അതിനാൽ ഇത് ബോട്ടിലിംഗിനുള്ള സമ്പൂർണ്ണ ഉൽപ്പാദന ലൈനാണ്. അതിനാൽ ഇത് ബ്ലോ മോൾഡിംഗ് മെഷീനിൽ ആരംഭിക്കുന്നു. അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ബ്ലോ മോൾഡിംഗ് മെഷീനാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 4 കാവിറ്റി മെഷീനാണ്. മണിക്കൂറിൽ 7200 കുപ്പി. ഇത് ഉയർന്ന സാങ്കേതികവിദ്യയുള്ള ഉയർന്ന ഉൽപ്പാദന യന്ത്രമാണ്. ഇതാണ് കൺട്രോൾ പാനൽ. നിങ്ങൾക്ക് കൺട്രോൾ പാനൽ കാണാൻ കഴിയും. വളരെ നന്നായി രൂപകൽപ്പന ചെയ്ത, വളരെ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രീഷ്യനും ഈ മെഷീന്റെ വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇത് എയർ കണ്ടീഷൻ ആണ്. അതിനാൽ ഇത് മുഴുവൻ സിസ്റ്റത്തെയും തണുത്ത അവസ്ഥയിൽ നിലനിർത്തുന്നു. അതിനാൽ പരാജയത്തിനുള്ള സാധ്യത വളരെ വിരളമാണ്. അത് ഒരു സമയത്തും പരാജയപ്പെടില്ല. അതിനാൽ ഇത് പ്രീഫോം ഹോപ്പറാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇതുപോലെ പ്രീഫോമിന്റെ ബാഗ് ഇവിടെ ഞങ്ങൾക്ക് ലോഡ് ചെയ്യാൻ കഴിയും. ബാഗ് ഇറക്കിയാൽ മാത്രം മതി. പ്രീഫോം യാന്ത്രികമായി തലകീഴായി പോകും. കൺവെയറിലൂടെ പ്രീഫോം യാന്ത്രികമായി പോകുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം. അവിടെ നിന്ന് അത് ഇവിടെ വരും. അതിനാൽ പ്രീഫോം ഇവിടെ വരും. ഇത് യാന്ത്രികമായി ലൈൻ ആകും. നിനക്ക് കാണാം 2 വരികൾ അവിടെയുണ്ട്. അത് ഒരുപോലെ പോകും. അതിനാൽ ഇത് പ്രീഫോം ലോഡറാണ്. ഇത് കൺവെയറിൽ പ്രീഫോം ലോഡ് ചെയ്യും. അതിനാൽ ലോഡിംഗിന് ശേഷം ഇത് ചൂടാക്കൽ തുരങ്കത്തിലേക്ക് പോകും. 2 താപന തുരങ്കങ്ങൾ അവിടെയുണ്ട്. അതിനാൽ ചൂടാക്കുമ്പോൾ ഇൻഫ്രാറെഡ് ഹീറ്ററുകൾ അവിടെയുണ്ട്. ഇത് പ്രീഫോമിനെ ചൂടാക്കുകയും അത് നിർത്തുകയും ചെയ്യും. അതിനാൽ ഇത് വളരെ എളുപ്പത്തിൽ പറക്കാൻ കഴിയും. ചൂടാക്കൽ തുരങ്കത്തിനുള്ളിൽ പ്രീഫോം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചൂടാക്കിയ ശേഷം പൂപ്പലിനുള്ളിലേക്ക് പോകുക. വായു അടിത്തട്ടിൽ നിന്ന് വരും. വെള്ളം ഒഴുകും. റേജ് ലോക്ക് സിസ്റ്റം നൽകിയിരിക്കുന്നു. ഈ യന്ത്രം മുഴുവനും സെർവോയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ കൃത്യതയും സമയവും വളരെ കൃത്യമാണ്. യാതൊരു തകർച്ചയും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അവിടെ സെർവോയെ കാണാം. സെർവോ അവിടെ. ഇത് റിക്കവറി ടാങ്ക് ആണ്. എയർ റിക്കവറി ടാങ്ക്. ഇത് അധിക വായു വീണ്ടെടുക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് വൈദ്യുതി ലാഭിക്കുന്നു. സ്ട്രെച്ചിംഗ് ലോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവയും സെർവോ നയിക്കുന്നവയാണ്. വേഗതയും കൃത്യതയും സമാനതകളില്ലാത്തതാണ്. കൃത്യമായി സ്ട്രെച്ചിംഗ്. ഇതും സെർവോ ഡ്രൈവൻ ആണ്. ഈ യന്ത്രത്തിന് ഓട്ടോ ലൂബ്രിക്കേഷൻ സിസ്റ്റമുണ്ട്. ഇത് പ്രധാന ഭാഗത്തെ യാന്ത്രികമായി ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. അതിനാൽ മാനുവൽ ലൂബ്രിക്കേഷന്റെ ആവശ്യമില്ല. ഇത് യന്ത്രത്തിന്റെ തകരാറ് തടയുകയും ചെയ്യും. ഇവിടെ കാണാം. ഇവയെല്ലാം ലൂബ്രിക്കേഷൻ ലൈനുകളാണ്. ഈ ലൂബ്രിക്കേഷൻ ലൈനുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ചലിക്കുന്ന ഭാഗങ്ങളെ ഇത് സ്വയമേവ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. അതിനാൽ ചൂടാക്കിയ ശേഷം അത് ഡൈയിലേക്ക് പോകുകയും കുപ്പി ഊതുകയും ചെയ്യുന്നു. ഇവിടെ കാണാം. അതിനാൽ കുപ്പി പൂർണ്ണമായും യാന്ത്രികമായി പൊക്കുകയും അത് ബോട്ടിൽ അൺലോഡറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. കണ്ടെയ്നറിലേക്ക് കുപ്പി യാന്ത്രികമായി കൈമാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പൂർണ്ണമായി ഓട്ടോമാറ്റിക്. മനുഷ്യശക്തി ആവശ്യമില്ല. ഇത് എയർ കൺവെയർ ആണ്. അതിനാൽ എയർ കൺവെയർ നേരിട്ട് ഫില്ലിംഗ് മെഷീനിലേക്ക് പോകുന്നു. മനുഷ്യശക്തി ആവശ്യമില്ല. ഞങ്ങൾ വൈ കൺവെയറും നൽകിയിട്ടുണ്ട്. ഇത് വൈ കൺവെയർ ആണ്. ചിലപ്പോൾ ആരെങ്കിലും കോപ്പി മാനുവലി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും മാനുവലി ചെയ്യാൻ കഴിയും. ആ വൈ കൺവെയർ നൽകിയിരിക്കുന്നു. അതിനാൽ അത് ആ ഫില്ലിംഗ് മെഷീനിലൂടെ കടന്നുപോകും. അതിനാൽ ഊതിയതിന് ശേഷം കുപ്പി ഫില്ലിംഗ് ലൈനിലേക്ക് വരുന്നു. അതിനാൽ ഈ മുറി പൂരിപ്പിക്കൽ യന്ത്രത്തിനായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ യന്ത്രത്തെക്കാൾ പൂരിപ്പിക്കൽ ക്യാപ്പിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു. മിനിറ്റിൽ 150 കുപ്പികളാണ് ഈ യന്ത്രത്തിനുള്ളത്. അതായത് മണിക്കൂറിൽ 8000 കുപ്പികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ അത്തരമൊരു ഉയർന്ന ശേഷിയുള്ള യന്ത്രം അവിടെയുണ്ട്. അതിനാൽ ബോട്ടിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ബ്ലോ മോൾഡിംഗ് മച്ചിനിൽ നിന്ന് വരുന്നു. അത് ഓട്ടോമാറ്റിക് റിൻസിംഗ് ഫില്ലിംഗ് ക്യാപ്പിംഗ് മച്ചിനിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് മുഴുവൻ കൺട്രോൾ പാനലും. പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. PLC അധിഷ്ഠിത സംവിധാനം ഉണ്ട്. നിങ്ങൾ പ്രോഗ്രാം ലോഡ് ചെയ്തുകഴിഞ്ഞാൽ അത് യാന്ത്രികമായി ആരംഭിക്കും. ഓട്ടോമാറ്റിക് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം യന്ത്രത്തിന്റെ മുഴുവൻ ചലിക്കുന്ന ഭാഗങ്ങളെ യാന്ത്രികമായി ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. അതിനാൽ ഈ സിസ്റ്റത്തിൽ മാനുവൽ ലൂബ്രിക്കേഷന്റെ ആവശ്യമില്ല. അതിനാൽ ഇത് സമയം ലാഭിക്കുകയും യന്ത്രത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുപ്പി ആദ്യം കഴുകുന്ന ഭാഗത്തേക്ക് പോകും. ഇത് ഓട്ടോമാറ്റിക് റിൻസിംഗ് മെഷീനാണ്. കുപ്പി തിരിച്ചു പോകും. അകത്തുനിന്ന് വെള്ളം വരും.
അകത്ത് അത് പൂർണ്ണമായും കഴുകിക്കളയും. കഴുകിയ ശേഷം ഇത് ഫില്ലിംഗ് മെഷീനിലേക്ക് പോകും. അതിനാൽ ഇത് ടാങ്ക് നിറയ്ക്കുന്നു. ഈ മെഷീനിൽ ഒരു വലിയ വലിപ്പത്തിലുള്ള ഫില്ലിംഗ് ടാങ്ക് നൽകിയിരിക്കുന്നു. അതിനാൽ ഇത് മുഴുവൻ ഉൽപ്പാദനം ഉത്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ കുപ്പി ഫില്ലിംഗ് വാൽവിന് താഴെ പോകുന്നു. നിങ്ങൾക്ക് ഫില്ലിംഗ് വാൽവ് കാണാൻ കഴിയും. പൂരിപ്പിച്ച ശേഷം ഇത് ക്യാപ്പിംഗ് വിഭാഗത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ക്യാപ്പിംഗ് വിഭാഗം കാണാൻ കഴിയും. ക്യാബ് ഹോപ്പറിൽ നിന്ന് ക്യാബ് ഓട്ടോമാറ്റിക്കായി വരുന്നു. ഓരോ വ്യക്തിഗത തൊപ്പിയും കുപ്പിയിൽ സ്ഥാപിക്കുന്നു. തൊപ്പി വച്ചതിന് ശേഷം ഒരു തൊപ്പിയുള്ള തലയുണ്ട്. ഇത് കുപ്പിയെ മുറുക്കും. അതിനാൽ ഇത് കുപ്പിയെ ഒപ്റ്റിമലായി മുറുക്കും. അതിനാൽ ചോർച്ച ഉണ്ടാകില്ല. അതിനാൽ ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ക്യാപ്പിംഗ് സിസ്റ്റമാണ്. ക്യാപ്പിംഗിന് ശേഷം കുപ്പി ഔട്ട്പുട്ട് കൺവെയറിൽ ഇറങ്ങുന്നു. അതിനാൽ ക്യാപ്പിംഗിന് ശേഷം കുപ്പി ഔട്ട്പുട്ട് കൺവെയറിൽ ഇറങ്ങുന്നു. അതിനാൽ ഇത് ഉയരം ക്രമീകരിക്കാവുന്ന ചെറിയ ഔട്ട്പുട്ട് കൺവെയർ ആണ്. വലിയ കുപ്പികൾക്ക് ഇത് എന്തായിരിക്കും? ചെറിയ കുപ്പിയിൽ അത് ചെറുതായിരിക്കും. ഇത് ഇവിടെ നിന്ന് പരിശോധനയ്ക്കും ലേബലിംഗിനും പോകും. നിനക്കത് കാണാം. അതിനാൽ പൂരിപ്പിച്ച ശേഷം കുപ്പി ഔട്ട്പുട്ട് കൺവെയറിൽ ഇറങ്ങുന്നു. ഇത് ഇൻസ്പെക്ഷൻ സ്ക്രീൻ ആണ്. അതിനാൽ വ്യക്തിക്ക് കുപ്പി പരിശോധിക്കാൻ കഴിയും. എന്തെങ്കിലും കണിക ഉണ്ടെങ്കിൽ അതിന് കുപ്പി നീക്കം ചെയ്യാൻ കഴിയും. അവിടെ നിന്ന് ഇത് ബാച്ച് കോഡിംഗിലേക്ക് പോകുന്നു. ഇത് ലേസർ ബാച്ച് കോഡിംഗ് മെഷീൻ ആണ്. ഈ യന്ത്രത്തിന്റെ ഭംഗി ഇതിന് മഷി ആവശ്യമില്ല എന്നതാണ്. ലേസർ ഉപയോഗിച്ച് ഇത് ബാച്ച് നമ്പർ, MRP, നിർമ്മാണ തീയതി എന്നിവ ബോട്ടിൽ പ്രിന്റ് ചെയ്യും. അതിനാൽ നിങ്ങൾ ഈ ലേസർ ബാച്ച് കോഡിംഗ് അച്ഛനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മഷി പോലുള്ള ഉപഭോഗഭാഗമൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഇത് വളരെ പണമുള്ള തയ്യൽ മെഷീനാണ്. ഇത് മനോഹരമായ ബാച്ച് പ്രിന്റിംഗ് സംവിധാനവും നൽകുന്നു. നിങ്ങൾക്ക് ലേസർ പ്രിന്റഡ് ബാച്ച് കാണാൻ കഴിയും. അതിനാൽ ഇത് നോ ലിങ്ക് അധിഷ്ഠിത ലേസർ പ്രിന്റിംഗ് സിസ്റ്റമാണ്. അതിനാൽ ബാച്ച് കോഡിംഗിന് ശേഷം ഇത് സിഗ്സാഗ് കൺവെയറിൽ ഇറങ്ങുന്നു. ഞങ്ങൾ 30 മീറ്റർ സിഗ്സാഗ് കൺവെയർ നൽകിയിട്ടുണ്ട്. ഈ സിഗ്സാഗ് കൺവെയറിന്റെ പ്രയോജനം പൂർണ്ണസാറ്റാണ് എന്നതാണ്. കുപ്പിയുടെ വലിയ അളവ് ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. അതിനാൽ കുപ്പിയുടെ ഉയർന്ന അളവ് ഇവിടെ സംഭരിക്കുന്നു. അതിനാൽ ഫില്ലിംഗ് മെഷീൻ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതുപോലെ BOHP ലേബലിംഗ് മെഷീന് തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതിനാൽ ഇത് യന്ത്രത്തിന്റെ നിർണായക ഭാഗമാണ്. അതിനാൽ സിഗ്സാഗ് കൺവെയറിൽ നിന്ന് അത് ലേബലിംഗ് മെഷീനിലേക്ക് പോകുന്നു. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് BOHP ലേബലിംഗ് മെഷീനാണ്. കുപ്പി ഇങ്ങോട്ട് പോകുന്നു. ഇവ BOHP റോളുകളാണ്. നമുക്ക് റോൾ ഇവിടെ ഇടണം. നിങ്ങൾക്ക് കാണാൻ കഴിയും അത് യാന്ത്രികമായി ഡ്രമ്മിലേക്ക് പോകും. ഇത് ഡ്രം ആണ്. ലേബലിൽ ഓട്ടോമാറ്റിക് പശ പ്രയോഗിക്കും. മുറിക്കുന്നതിലൂടെ അത് കുപ്പിയിലേക്ക് മാറ്റും. അതിനാൽ ഓരോ കുപ്പിയും മനോഹരമായ BOHP ലേബൽ ലഭിക്കുന്നു. നിനക്കവിടെ കാണാം. ഇത് BOHP മെഷീന്റെ കൺട്രോൾ പാനൽ ആണ്. അതിനാൽ BOHPക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു സിഗ്സാഗ് കൺവെയർ നൽകി. പൂരിപ്പിച്ച ശേഷം സിഗ്സാഗ് ഉണ്ട്. BOHPനെ വീണ്ടും സിഗ്സാഗ്. അതിനാൽ വീണ്ടും BOHPന് ശേഷം കുപ്പിയുടെ മതിയായ അളവുണ്ടാകും. ഇത് ഓട്ടോമാറ്റിക് ചുരുങ്ങുന്ന മെഷീനിലേക്ക് മാറ്റാൻ നിനക്ക് കാണാം. അതിനാൽ സിഗ്സാഗ് കൺവെയറിൽ നിന്ന് കുപ്പി ചുരുങ്ങുന്ന യന്ത്രത്തിൽ ഇറങ്ങുന്നു. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ചുരുങ്ങുന്ന യന്ത്രമാണ്. അപ്പോൾ ഇതാണ് കൺവെയർ. ഇത് കുപ്പിയുടെ ഗൈഡാണ്. ഇത് സെർവോ ഡ്രൈവൻ ആണ്. അതിനാൽ ഇത് കുപ്പിയെ നയിക്കുന്നു. അങ്ങനെ 3 ലൈനുകൾ രൂപപ്പെടും. കൺവെയറിനുള്ളിൽ 3 ലൈനുകൾ രൂപം കൊള്ളുന്നു. ഇത് സെൻസർ ആണ്. ഈ സെൻസറുകളെല്ലാം പ്രവർത്തനരഹിതമാണെങ്കിൽ ഈ മെഷീൻ പ്രവർത്തിക്കില്ല. അതിനാൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ മതിയായ കുപ്പികൾ ഉണ്ടെന്ന് ഇത് ഉറപ്പാക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 3 വരികളിലുള്ള കുപ്പികൾ ഇവിടെ വരുന്നു. അപ്പോൾ ഇവരാണ് വഴികാട്ടികൾ. 12 കുപ്പികൾ പോലെ 24, 36 അല്ലെങ്കിൽ 48 കുപ്പികൾ ഗ്രൂപ്പ്. ഇത് യാന്ത്രികമായി രൂപപ്പെടാൻ കഴിയും. ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. ഇതിവിടെ വരുന്നു. ഈ പുഷർ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കും. ഒരു ഗ്രൂപ്പിൽ ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് കൺട്രോൾ പാനലാണ്. നിങ്ങൾക്ക് ഈ പാനലിൽ നിന്ന് മുഴുവൻ മെഷീനും നിയന്ത്രിക്കാൻ കഴിയും. പൂർണ്ണമായും ഓട്ടോമാറ്റിക് പാനൽ ഉണ്ട്. അതിനാൽ 2 റോളുകൾ ഉണ്ടാകും. ഒരു റോൾ തലകീഴായി. ഒരു റോൾ ദോഷകരമാണ്. അതിനാൽ ഇത് ലോ ഡെൻസിറ്റി LDB പോളിയെഥിലീൻ റോൾ ആണ്. അതിനാൽ ഇത് ഒരു വെബ് രൂപീകരിക്കും. ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് താഴെ നിന്ന്. നിനക്ക് കാണാം കുപ്പികൾ വെബ് ചെയ്യപ്പെടുന്നു. ഒരിക്കൽ അത് വെബ് ചെയ്തുകഴിഞ്ഞാൽ ഈ ബ്ലേഡ് അത് മുറിക്കും. അതിനെ മുദ്രവയ്ക്കുന്ന ഹീറ്ററുമുണ്ടാകും. അതിനാൽ തുടർച്ചയായ വെബ് രൂപീകരണം ഉണ്ടാകും. ഒരിക്കൽ അത് വെബ് ചെയ്തുകഴിഞ്ഞാൽ വേഗത്തിലൂടെ ഇത് കടന്നുപോകും. അതിനാൽ ഈ ഭാഗം വെബ് സീലർ ഭാഗമാണ്.
ഇത് തുരങ്കത്തിന്റെ ഭാഗം ചുരുങ്ങുന്നു. അതിനാൽ അത്തരമൊരു വലിയ ഷ്രിങ്ക് ടണൽ ഉണ്ട്. ഇത് വളരെ വലിയ ഷ്രിങ്ക് ടണൽ ആണ്. ഉള്ളിൽ ഹീറ്റർ ഉണ്ടാകും. ഞങ്ങൾ ഈ ബ്ലോവർ നൽകിയിട്ടുണ്ട്. ഈ ബ്ലോവർ വായുചംക്രമണം ഉറപ്പാക്കും. അതിനാൽ ഏകീകൃത ചൂടാക്കൽ താപനില ഉണ്ടാകും. ഏകീകൃത ചൂടാക്കൽ താപനില കാരണം ബോട്ടിലിന്റെ കാർട്ടൺ സൈറ്റിലുടനീളം വളരെ ശക്തവും ഏകീകൃതവുമായിരിക്കും. അതിനാൽ ചൂടാക്കിയ ശേഷം പാക്കേജ് ഇതുപോലെ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. റോൾ പൂർണ്ണമായും ചുരുങ്ങുകയും പൂർണ്ണമായും ഇറുകിയ കാർട്ടൺ ഉണ്ട്. ഇത് ചൂടാണ്. അതിനാൽ ഞങ്ങൾ കൂളിംഗ് സിസ്റ്റം ന് ശേഷം നൽകിയിട്ടുണ്ട്. 2 ബ്ലോവർ ഉണ്ട്. അത് കാർട്ടണിൽ വായു വീശുന്നു. അത് തണുക്കും. കാർട്ടൺ ഇവിടെ നിന്ന് അത് സ്റ്റോക്കിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നേരിട്ട് ട്രക്കിലേക്ക് അയയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു വലിയ ട്രക്ക് കയറ്റുന്നു. അതിനാൽ ഈ ട്രക്ക് ന് ബോട്ടിലിന്റെ 800 കാർട്ടണുകൾ വഹിക്കാൻ കഴിയും. അതിനാൽ ഇത് നേരിട്ട് ഡിസ്പാച്ച് ലേക്ക് പോകാൻ കഴിയും. വകുപ്പ് അങ്ങനെയാണ് മുഴുവൻ പ്രക്രിയയും. അതിനാൽ ഇത് സ്റ്റോക്ക് ആരിയാണ്. ഞങ്ങൾക്ക് കുറഞ്ഞത് 48 മണിക്കൂർ ഉൽപ്പാദന സംഭരണ സ്ഥലം ആവശ്യമാണ്. അതിനാൽ അവർക്ക് വളരെ വലിയ സ്ഥലമുണ്ട്. അതിനാൽ എല്ലാ അന്തിമ സ്റ്റോക്കും ഇവിടെ സംഭരിക്കുകയും അതിൽ നിന്ന് അയയ്ക്കുകയും ചെയ്യും. അതിനാൽ ഇപ്പോൾ നിർമ്മാണത്തിനുള്ള ചില പ്രധാന പോയിന്റ് നോക്കാം. അതിനാൽ ഇത് മുഴുവൻ ഷേഡാണ്. നിങ്ങൾക്ക് ടിൻ ഷേഡ് കാണാൻ കഴിയും. അതിനാൽ ഇത് ടിൻ ഷേഡാണ്. നിങ്ങൾക്ക് ഇതുപോലെ ടിൻ ഷേഡ് ചെയ്യാൻ കഴിയും. 6 അടി വരെ നിങ്ങൾ പ്ലാന്റിലുടനീളം ഭിത്തിയിൽ ടൈലിംഗ് ചെയ്യണം. ഭിത്തി ഉണ്ടാകുമ്പോഴെല്ലാം അവിടെ നിങ്ങൾ 6 അടി ടൈലിംഗ് ചെയ്യണം. ഫ്ലോറിംഗ് സുഗമമായിരിക്കണം. നിങ്ങൾക്ക് ടൈലിംഗ് ചെയ്യാം അല്ലെങ്കിൽ ചെടിയിലുടനീളം കോട്ട സ്റ്റോൺ ചെയ്യാം. അതിനാൽ കോട്ട സ്റ്റോൺ ആണ് അഭികാമ്യം. പ്രധാന പ്രദേശത്ത് പ്രത്യേക മുറി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് RO പ്ലാന്റ് നായി പ്രത്യേക പ്രദേശം കാണാൻ കഴിയും. അതിനാൽ ഏരിയ RO പ്ലാന്റ് ആണ്. അവിടെ നിന്ന് ജാർ വാഷിംഗ് ഏരിയ, ജാർ ഫില്ലിംഗ് ഏരിയ എല്ലാം വ്യത്യസ്ത മുറികളിൽ ആണ്. തുടർന്ന് നിങ്ങൾക്ക് ഊതൽ തുറന്ന സ്ഥലത്ത് ആയിരിക്കാം. പൂരിപ്പിക്കൽ അടച്ച മുറിയിൽ ആയിരിക്കണം. തുടർന്ന് ലേബലിംഗും പാക്കിംഗും ഒരു തുറന്ന സ്ഥലത്ത് ആയിരിക്കാം. അതിനാൽ 2 ലബോറട്ടറികൾ ആവശ്യമാണ്. ഒരു മൈക്രോബയോളജി ലാബ്, ഒരു കെമിക്കൽ ലാബ്. നിങ്ങൾക്ക് ഇവിടെ മൈക്രോബയോളജി ലാബും ഇവിടെ കെമിക്കൽ ലാബും കാണാം. നമുക്ക് മൈക്രോബയോളജി ലാബിലേക്ക് പോകാം. അതിനാൽ ഇത് മൈക്രോബയോളജി ലബോറട്ടറിയാണ്. ഇവിടെ ഈ പോലുള്ള ബാക്ടീരിയകൾക്കായി ഞങ്ങളുടെ ബാച്ച് വെള്ളത്തിന്റെ പതിവ് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ കോളിഫോം, ഈസ്റ്റ്, പൂപ്പൽ, DPC. ഞങ്ങൾ ഇവിടെ നിരവധി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തൽ നടപടി സ്വീകരിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഈ പ്ലാറ്റ്ഫോം ഗ്രാനൈറ്റ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വാഷ് ബേസിൻ ആവശ്യമാണ്. ഉയരം 3 അടി അല്ലെങ്കിൽ 3.5 അടിയാകാം. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്വിച്ച് പ്ലഗും ആവശ്യമാണ്. ഏകദേശം 20 പ്ലഗുകൾ ആവശ്യമാണ്. കാരണം വൈദ്യുതി ആവശ്യമുള്ള വ്യത്യസ്ത ചെറിയ റെസ്റ്റിംഗ് എക്വിപ്മെന്റുകൾ ഉണ്ടാകും. മൈക്രോബയോളജി ലബോറട്ടറിക്ക് വൈദ്യുതി വിതരണവും ഒരു എയർ കണ്ടീഷനും ആവശ്യമാണ്. അതിനാൽ ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ പോലെ ഇൻകുബേറ്ററുകൾ, BOHD ഇൻകുബേറ്ററുകൾ, ഹോട്ട് എയർ ഓവൻ, ലാമിനാർ എയർ ഫ്ലോ എന്നിവ ആവശ്യമാണ് വ്യത്യസ്ത തരം പാരാമീറ്റർ ടെസ്റ്റിംഗിന്. അതിനാൽ ഞങ്ങളുടെ വിദഗ്ധ സംഘം നിങ്ങളെ നയിക്കുകയും ലബോറട്ടറിയിൽ എങ്ങനെ പരിശോധന നടത്താമെന്ന് നിങ്ങളുടെ വ്യക്തിയെ പരിശീലിപ്പിക്കുകയും ചെയ്യും. കാരണം ഗുണനിലവാര രേഖകൾ പരിപാലിക്കുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഭാഗമാണ്. ഈ റെക്കോർഡുകൾ ഞങ്ങളുടെ BAS ലൈസൻസ് പുതുക്കുന്നതിന് ആവശ്യമാണ്. അതിനാൽ ലൈസൻസ് പരിപാലിക്കുന്നതിനും ഗുണനിലവാരത്തിന്റെ രേഖകൾ പരിപാലിക്കുന്നതിനും ഞങ്ങളുടെ വിദഗ്ധ സംഘം നിങ്ങളെയും നിങ്ങളുടെ ആളുകളെയും നയിക്കും. അതിനാൽ നമുക്ക് കെമിക്കൽ ലബോറട്ടറിയിലേക്ക് പോകാം. ഇതാണ് കെമിക്കൽ ലബോറട്ടറി. ഇതിൽ ജലത്തിന്റെ രാസവുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്ററുകളും, ഉദാഹരണത്തിന് pH, DDS, കാഠിന്യം, നിറം, ഗന്ധം, സൾഫേറ്റ്, നൈട്രേറ്റ് എന്നിവ പരീക്ഷിക്കുന്നു. പരീക്ഷിക്കാൻ കഴിയുന്ന നിരവധി പാരാമീറ്ററുകളുണ്ട് ഇവിടെ. അതിനാൽ ഇതിലും നിങ്ങൾ ഗ്രാനൈറ്റ് കല്ല് 3.5 അടി, ഒരു വാഷ് ബേസിൻ ആവശ്യമാണ്. വാറ്റിയെടുക്കൽ ആവശ്യമാണ്. ഞങ്ങൾ ഈ ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ, റീജന്റുകൾ എന്നിവ വിതരണം ചെയ്യുന്നു. ഞങ്ങളുടെ വിദഗ്ധ സംഘം നിങ്ങളുടെ വ്യക്തിയെ വെള്ളത്തിന്റെ രാസ പരിശോധന എങ്ങനെ നടത്താമെന്ന് പരിശീലിപ്പിക്കും. നിങ്ങൾ രേഖകൾ അതനുസരിച്ച് പരിപാലിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ ഗുണനിലവാര റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ലൈസൻസ് പുതുക്കും.